ഒരിക്കൽ ഫാത്തിമ ബീവിക്ക് വല്ലാണ്ട് പനി ബാധിക്കുന്നുണ്ട്. സമയത്ത് ബീവിക്ക് വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു ആപ്പിള് കഴിക്കാൻ. അങ്ങനെ തൻ്റെ പ്രിയതമയായ അലിയാർ തങ്ങളോട് ഈ ഒരു വിഷയം പറയുന്നുണ്ട്. അലിയാർ തങ്ങൾ ഉടനടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏതാനും ദിർഹമുത്തുണ്ടുകളുമായിട്ട് ചന്തയിൽ പോകുന്നുണ്ട്. ദിർഹമുത്തുണ്ടുകൾക്ക് പകരമായിട്ട് കിട്ടിയ ഒരു ആപ്പിളുമായിട്ട് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോഴാണ് വഴിയിൽ വെച്ചൊരു മനുഷ്യൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ആ ആപ്പിള് തരുമോ? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങൾ കൂടിയായിട്ടുണ്ട്. അലിയാർ തങ്ങൾ മറിച്ചൊന്നും ചിന്തിച്ചില്ല, ആ ആപ്പിൾ അദ്ദേഹത്തിന് നൽകി. വീട്ടിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ ഫാത്തിമ ബീവിയോട് പറഞ്ഞു. സമയത്ത് ഫാത്തിമ ബീവി അലിയാർ തങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടേക്കൊരു സ്വഹാബി ഇങ്ങനെ കയറി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സഞ്ചി കൂടിയുണ്ട്. എന്നിട്ട് ആ സഞ്ചി അലിയാർ തങ്ങൾക്ക് നേരെ നീട്ടിയിട്ട് ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞ് അലിയാർ തങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. അലിയാർ തങ്ങൾ അതങ്ങ് തുറന്നു നോക്കിയപ്പോൾ അതിൽ 9 ആപ്പിൾ കാണുന്നുണ്ട്. അലിയാർ തങ്ങൾ ആ സ്വഹാബിയോട് പറയുന്നുണ്ട്, ഇത് എനിക്കുള്ളതല്ല, നിങ്ങൾ ആൾ മാറിയിട്ട് കൊണ്ടുവന്നതായിരിക്കാം. കാരണം ഞാൻ അള്ളാൻ്റെ റസൂല് പറയുന്നത് കേട്ടിട്ടുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്താൽ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് അത് അള്ളാഹു തിരിച്ചു തരുമെന്ന്. എന്നാൽ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ 9 ആപ്പിൾ മാത്രമാണ് കാണുന്നത്. അപ്പോൾ സ്വഹാബി പുഞ്ചിരിച്ചിട്ട് തൻ്റെ പുറകിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്ന ആ കൈ ഇങ്ങനെ മുന്നോട്ട് നീട്ടിയിട്ട് പറഞ്ഞു, ഈ ഒരു ആപ്പിൾ ഞാൻ മാറ്റി വെച്ചതായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അലിയാർ തങ്ങൾ പുഞ്ചിരിയോട് ആ സഞ്ചി സ്വീകരിക്കുന്നുണ്ട്. എന്താല്ലേ അള്ളാഹുവിലെ ഇവരുടെയൊക്കെ തവക്കുല് എത്രമാത്രം ഉണ്ട് എന്നൊക്കെ ഈ ഒരു ചെറു കഥയിലൂടെയൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിലൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാം.